ഹായ്, നമസ്കാരം. ഞാൻ സമീറാണ്. നമ്മുടെ ഐഡികളിൽ എങ്ങനെയാണ് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യണത്. ഏതൊരു സാധാരണക്കാരനും അവരുടെ ഐഡികളിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അവരവരുടെ KYCകൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകിക്കൊണ്ട് നമ്മുടെ ID ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ KYC അപ്ഡേറ്റ് ചെയ്യാത്ത ID ആണ് എങ്കിൽ അതിൽ KYC വെരിഫിക്കേഷൻ എന്നുള്ളൊരു സ്ക്രീൻ റെക്കോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കംപ്ലീറ്റ് KYC എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ നമ്മളെ KYC അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് കമ്പനി ചോദിക്കുന്നതാണ്. അതിൽ ആദ്യമായി ചോദിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ആദ്യം പറയണത് പ്ലീസ് എൻ്റർ അക്കൗണ്ട് ഹോൾഡർ നെയിം. നമ്മുടെ കമ്പനിയിൽ നൽകിയിട്ടുള്ള അതേ പേര് തന്നെയായിരിക്കും ബാങ്കിങ് നെയിമായിട്ടും വരിക. ആ ബാങ്കിങ് നെയിം അതുപോലെ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്ലീസ് എൻ്റർ അക്കൗണ്ട് നമ്പർ. അക്കൗണ്ട് നമ്പർ തെറ്റാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് അടിക്കുക. അതിനുശേഷം ഒരിക്കൽ കൂടെ റീ എൻ്റർ ചെയ്യാൻ അക്കൗണ്ട് നമ്പർ പറയും, അതും കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം IFSC കോഡ് വളരെ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ അടിക്കുക. പിന്നെ പറയുന്നത് ഈ KYCയിൽ നമ്മൾ ബാങ്കിങ് ഡീറ്റെയിൽസ് IFSC കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാങ്കിങ് നെയിമും അതുപോലെ തന്നെ ബ്രാഞ്ച് നെയിമും വരും. അത് നിങ്ങളുടെ ബ്രാഞ്ച് നെയിമും ബാങ്കുമായിട്ട് താരതമ്യപ്പെടുന്നതാണോ എന്നുള്ള വെരിഫൈ ചെയ്യുക. അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് താരതമ്യപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ IFSC കോഡ് അടിച്ചത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. വളരെ കൃത്യമായിട്ട് തന്നെ അത് അടിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം കമ്പനി പറഞ്ഞ പാൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ വളരെ വ്യക്തമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ അടിക്കുക. അതിനുശേഷം ചൂസ് ഫയൽ, നമ്മുടെ നിലവിൽ ഗാലറിയിൽ അല്ലെങ്കിൽ ഫോട്ടോ ഇതിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ പിക്ക് ഉണ്ട് എങ്കിൽ അത് ചൂസ് ചെയ്തുകൊണ്ട് നിലവിൽ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ ഫ്രണ്ട് ഫോട്ടോ അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം ചോദിക്കുന്നത് KYC ഡീറ്റെയിൽസ് ആണ്. ഈ KYC ഡീറ്റെയിൽസിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ആധാർ കാർഡ് കൊടുക്കാം, വോട്ടർ ID കൊടുക്കാം, റേഷൻ കാർഡ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം. ഇനി മറ്റു വല്ലതാണെങ്കിൽ അതും നമുക്ക് ചെയ്യാം. നമ്മൾ ഏത് പ്രൂഫാണോ കൊടുക്കുന്നത് അതിൻ്റെ നമ്പർ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതുക. അതിനുശേഷം ചൂസ് ഫയലിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടോ അതിൻ്റെ പ്രൂഫ്, ഇപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട്, ആ ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നോമിനേഷൻ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ID ആരുടെ പേരിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻസെൻറ്റീവ് ആർക്കാണോ അർഹതപ്പെട്ടവരിലേക്ക് പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നോമിനേഷൻ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് വേണമെങ്കിലും നൽകാം. ഫാദറാണോ, മദറാണോ, ഹസ്ബൻഡാണോ, വൈഫാണോ, ബ്രദറാണോ, സിസ്റ്ററാണോ, സണ്ണാണോ, ഡോട്ടറാണോ, ഇനി മറ്റു വല്ലവരാണോ, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ആ നോമിനി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊടുത്തതിന് ശേഷം ആ നോമിനിയുടെ നെയിം കൂടെ അടിച്ചിട്ട് ആഡ് കൊടുത്ത് ഒരു ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ അത് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇനി ആഡ് കൊടുത്തിട്ട് അത് അപ്ഡേറ്റ് ആവുന്നില്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് അടിക്കാൻ വിട്ടുപോകുകയോ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ പ്രൂഫ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിലവിലെ KYCൻ്റെ പ്രൂഫ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് MB കൂടുതലുണ്ടോ എങ്കിൽ നിലവിൽ എന്ത് ചെയ്യില്ല, ആഡിങ് ആവില്ല. അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് ആഡ് ചെയ്യപ്പെടുന്നതാണ്. നിലവിൽ ഈ രീതിയിൽ എല്ലാവരും അവരവരുടെ KYC വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.